നമസ്കാരം. ഇന്ന് നമ്മൾ വളരെയേറെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടിരുന്നു, AR രാജേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടതായിട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ട് വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു, അല്ലെങ്കിൽ അതൊരു ദുഃഖം ഉണ്ടാക്കുന്നൊരു ന്യൂസായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടീമിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മളും തയ്യാറാവണം. അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇത്രയും റിസ്ക്കുള്ള തൊഴിൽ മേഖലകളിൽ അവർ വന്നത് ചെയ്യുമ്പോൾ അവരോടൊപ്പം നമ്മൾ സഹകരിക്കണം. അവർക്കുമുണ്ട് കുടുംബം, കുട്ടികൾ, മാതാപിതാക്കൾ. അവർക്കും വേദനിക്കും. അവരുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അവർക്കും വേദനിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരും സ്വയമായിട്ട് ചിന്തിക്കണം. ഒരപകടം വരുമ്പോൾ അതെന്നിലേക്ക് അപകടം വന്ന് എത്തുന്നവരെ, അതല്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോകുന്ന നിമിഷം വരെ ഞാൻ നിൽക്കാതെ സ്വയം എനിക്ക് രക്ഷപ്പെടണം എന്നൊരു തോന്നൽ. അതായത് 2018 മുതലേ നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അവെയറായിട്ടിരിക്കുന്നൊരു നിമിഷമാണ് ഈ മഴ സീസൺ എന്ന് പറയുന്നത്. എല്ലാവരും ഒരു അവെയറായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം മുമ്പ് വെള്ളം പൊങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെ വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അവരവർക്ക് അറിയാലോ. അവിടെ നിന്നൊക്കെ മാറി താമസിക്കാൻ നിങ്ങൾ സ്വയമായിട്ട് മുന്നോട്ട് വരിക. അല്ലാതെ ഇന്ന ആൾ വന്നല്ലേ അധികാരികൾ വരട്ടെ ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലെ അധികാരികൾ പറഞ്ഞാലേ മാറൂ എന്നല്ല. നിങ്ങളുടെ ജീവൻ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അതിന് മുൻകൈ എടുത്ത് അതിനായിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് വരിക. 2 ദിവസം മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബന്ധുക്കളുണ്ട് അവരുടെയൊക്കെ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒന്നും നേടാനില്ല ഈ ഭൂമിയിൽ. അതായത് അറിയാം, ഒരു ജന്മം കൊണ്ട് മൊത്തം കഷ്ടപ്പെട്ടതെല്ലാം കൺമുൻപിൽ കൂടെ ഒലിച്ചു പോകുന്നതും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ഒന്നും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ ഈ ജീവനും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെ അത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് മനുഷ്യനിർമ്മിതമായതൊക്കെ നമുക്ക് തിരിച്ച് നേടിയെടുക്കാവുന്നതാണ്. അതൊക്കെ തിരിച്ചു പിടിക്കാം, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാം. അല്പം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവന് വിലയുള്ളതാണല്ലേ. അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തിരിച്ചു പിടിക്കാൻ, അത് മനുഷ്യനിർമ്മിതമല്ല, ഒരിക്കലും നമുക്കത് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. അപ്പം നിങ്ങളിൽ ഓരോരുത്തരും അതിനൊരു എഫേർട്ട് ഇടണം. കാരണം മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വെള്ളം കയറി. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാത്ത മേഖലകളിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. അത്രയും ഭീകരമായ മഴയും നാശനഷ്ടങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിടങ്ങളിൽ നിന്ന് നിങ്ങളെ വെള്ളം മൊത്തം കയറി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാനും കൂടെ മുങ്ങട്ടെ, എന്നിട്ടേ ഞാൻ മാറൂ, അല്ലെ അധികാരികൾ വരട്ടെ എന്നാലേ ഞാൻ ഇവിടുന്ന് മാറൂ, അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാതെ ചെറിയൊരു വ്യതിയാനം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം എൻ്റെ വീട്ടിൽ കയറാൻ സമയമായി, അല്ലെങ്കിൽ കയറും എന്നൊരു തോട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ മാറുക. നിങ്ങൾ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് തയ്യാറാവണം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ജീവൻ, നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവനും, അല്ലെങ്കിൽ അവർക്കും മാതാപിതാക്കളുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവരെ കാത്തിരിക്കാൻ അവരുടെ കുടുംബമുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, മറ്റ് സ്വത്ത് എല്ലാം ഉണ്ട്. അവർ ഈ ഒരു ഇതിന് വന്ന ഒരു പക്ഷേ അവരുടെ പാഷനാവാം, മറ്റൊരു തരത്തിൽ പാഷൻ മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള ഒരു സ്രോതസ്സും കൂടി ആവും അല്ലേ. ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് അവർ വരുന്നത് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മുന്നിൽ കണ്ടിട്ട്, അവരുടെ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ മുന്നിൽ കണ്ടിട്ടായിരിക്കാം. മുന്നിൽ കണ്ടിട്ടെന്ന് പറയുമ്പം അവരുടെ ജീവിതത്തെ ഓർത്ത്, ഇതും കൊണ്ടൊക്കെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒക്കെ അതവർക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നതിൻ്റെ ഭാഗമായിരിക്കും, ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഈ രാജേഷ് എന്ന് പറയുന്ന സഹോദരൻ ചെയ്തത്, സ്വന്തം ജീവൻ നോക്കാതെ അത് അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഈ കുത്തിയൊലിക്കുന്ന പുഴ, അത് ശക്തമായിട്ട് പെയ്യുന്ന മഴ, ഇതെല്ലാം കണ്ടിട്ടും അതൊന്നും അതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റൊരു ജീവൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്വയം തൻ്റെ ജീവിതം ഒരു ത്യാഗമാണ് ആ സഹോദരനോട് ചെയ്തത്. അപ്പോൾ അവിടെ
എനിക്കറിയില്ല പുള്ളി അന്നേരം അവിടെ പുള്ളി മറ്റൊന്നും ചിന്തിച്ചില്ല, മറ്റൊരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു പുള്ളി അന്നേരം ഓർത്തിരുന്നത് മാത്രമായിരിക്കാം. പക്ഷേ വിധിയുടെ വിളയാട്ടം എങ്ങനെയോ അബദ്ധവശാൽ കൈ വിട്ടുപോയി. എങ്ങനെയോ എന്താ പറയുക, വിധി അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയോ എന്താ പറയുക, ഇതിനൊക്കെ എന്താ പറയാന്നറിയില്ല. എങ്ങനെയോ അത് സംഭവിച്ചു, അല്ലെങ്കിൽ വിധി എന്നേ ഇതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് പുള്ളിയുടെ ജീവൻ നഷ്ടമായി. അതിലേറെ നമ്മളെ ദുഃഖിപ്പിച്ചത് അവരുടെ കുട്ടികളുടെ കരച്ചിൽ, അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, നിസ്സഹായ അവസ്ഥ കണ്ടു നിൽക്കാനാവില്ല. വളരെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ട് എല്ലാവർക്കും മാനസികമായിട്ട്. നമുക്ക് ഓരോരുത്തർക്കും ആ സഹോദരൻ്റെ മരണം ഇത്ര ഏറെ വേദനിപ്പിച്ചെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് മാധ്യമപ്രവർത്തകരോടാണ്. കുറച്ചെങ്കിലും നീതി പുലർത്തുക നിങ്ങളുടെ ജോലിയോട്. നിങ്ങൾക്കിത് നിങ്ങളുടെ ജോലിയായിരിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ഒരു മകനെ നഷ്ടപ്പെട്ട, ഒരു പിതാവിനെ നഷ്ടപ്പെട്ട, ഒരു പാർട്ട്ണറെ നഷ്ടപ്പെട്ട ഒരു കുടുംബമാണത്. അവരുടെയൊക്കെ മുന്നിലേക്ക് നിങ്ങൾ ഈ മയക്കും പിടിച്ച് ചെല്ലുമ്പോൾ ഒന്ന് ശ്വാസം പോലും എടുക്കാനുള്ള ശക്തി അവർക്കില്ല. ആ സമയത്ത് നിങ്ങൾ പോയി അവരുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞതിൽ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞതുപോലെ അത്രയും പോലും അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അവരുടെ ആ വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങൾ അതിൽ പങ്കുകൊള്ളുക. അതിനപ്പുറം ഈ മയക്കും പിടിച്ച് അവിടെ നടന്നത് എന്തായിരുന്നു എന്നുള്ള അന്വേഷിക്കാനുള്ള ആ നിങ്ങളുടെ മനസ്സിനെ കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഒരു മര്യാദ കാണിക്കുക, ഒരു പക്വതയോടുകൂടി ആ സമയത്തേക്കുള്ള നിങ്ങൾ എന്താ പറയുക, ബിഹേവ് ചെയ്യുക. നിങ്ങൾ പിന്നീടാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനെപ്പറ്റി അറിയാവുന്ന അയൽവാസികളും അത് കണ്ടു നിന്ന് അവരുടെ സഹപ്രവർത്തകരും, അല്ലെങ്കിൽ അതിൽ കൂട്ടായിട്ട് പ്രവർത്തിച്ച ആരാണെങ്കിലും അവിടെ അത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവിടെയുണ്ട്. ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം. പക്ഷെ അതിനപ്പുറം നിങ്ങൾ കാണിച്ചത് അത്രയും വേദനാജനകമായിരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ മൈക്കുമായിട്ട് നിന്ന് പലവിധ കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവരെ എത്രത്തോളം മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരു പക്ഷേ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. കണ്ടു നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ പക്വതയോടുകൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക, സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതൊരു മരണവീടാണ്. അവിടുത്തെ വേദനകൾ നിങ്ങളിൽ ഒരാളായിട്ട് അവരെ കണ്ടിട്ട് ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ബഹുമാനപ്പെട്ട മാധ്യമധർമ്മം കുറച്ചും കൂടെ നീതി പാലിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവർക്കേ അറിയുള്ളൂ. അവരനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, അവരുടെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് അവർ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാവിലെ കാണുന്നു, പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, അല്ലെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പുള്ളി എന്താ പറയുക, അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീട്ടിലേക്ക് പോയ വ്യക്തിയല്ല തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ കാണാതാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം വളരെയേറെ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു പക്ഷേ ഇതിൻ്റെ TRP കൂട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു റീച്ച് ഉണ്ടാക്കാനൊക്കെ ആയിരിക്കാം. ശരിയാണ്, മാധ്യമങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ ഓരോ വാർത്തകൾ അറിയുന്നത്. അതൊക്കെ ശരി, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു, അതൊക്കെ നല്ലത് തന്നെ. നിങ്ങളുണ്ടെങ്കിലേ വാർത്തകൾ നമ്മളിലേക്ക് എത്തുള്ളൂ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ അവസ്ഥകൾ കൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. നിങ്ങളുടെ മാനസികാവസ്ഥയല്ല അവർക്ക്, കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ്. ആ അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, വളരെ വിഷമത്തിൽ നിൽക്കുന്ന ആ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, പിന്നെ കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ പലവിധ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്തിനാണത്? അവരിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എല്ലാ വിവരവും ലഭിക്കുകയുള്ളൂ. അവിടെ എത്രയോ വേറെ ആൾക്കാരുണ്ടാവാം, അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ അന്നേരം തന്നെ എന്താ പറയുക, എന്തിനാണ് അവർ കരയുന്നതും അവർ വിഷമിക്കുന്നതും അവരുടെ അവസ്ഥ, എന്തിനാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ പക്വതയോടുകൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതുപോലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, എന്തെങ്കിലും ഒന്ന് സംഭവിച്ച്, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു അപകടം നടന്ന്, അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല അവരുടെ അവസ്ഥകൾ
നിങ്ങൾ അറിയേണ്ടത്. മരണപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ബഹുമതികൾ കൊടുത്തിട്ടോ, അംഗീകാരങ്ങൾ കൊടുത്തിട്ടോ, പിന്നെന്താ മോനെ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടോ യാതൊരു കാര്യമില്ല. അവർ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ ആരൊക്കെയാണ് തൻ്റെ അതാത് ജില്ലകളിൽ, അല്ലെങ്കിൽ അതാത് ഓരോരുത്തരെയും അതിൻ്റെതായ അധികാരികളുണ്ടല്ലോ, MLA MP ഒക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഈ അതിൻ്റെ മെമ്പർമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, ഒക്കെ എല്ലാവരും ഉണ്ട്. ഇവരുടെയൊക്കെ ജോലിയല്ലേ ഇത്. അതിനാണല്ലോ നമ്മളെല്ലാവരെയും ഇങ്ങനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിടുന്നത് തന്നെ. മനുഷ്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ് അല്ലേ? അപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ല അവരുടെ കുടുംബത്തിന് ധനസഹായവും അല്ല മറ്റ് അംഗീകാരങ്ങളും ബഹുമതികളുമായിട്ട് പോകേണ്ടത്. അതവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് എന്താണോ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണോ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണോ, അതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. അതിനിപ്പം മന്ത്രിമാർ പോകണമെന്നോ മുഖ്യമന്ത്രി നേരിട്ട് എന്നൊന്നുമല്ല. ഓരോരോ എന്താ പറയുക വാർഡുകളിൽ അവരവരുടേതായ അധികാരികളുണ്ടല്ലേ. പ്രസിഡന്റ് ആയാലും മെമ്പർമാരായാലും അറ്റ്ലീസ്റ്റ് വീക്ക്ലി മാസത്തിൽ ഒരിക്കൽ അല്ലെ 3 മാസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ പരിസരത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിൽ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആൾക്കാരുണ്ട് എന്നുള്ളതും കൂടെ, ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ വാർഡിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ ഏതെങ്കിലും ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഇവരെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ വീടിൻ്റെ അവസ്ഥകളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇനി ആ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് ആരുമില്ല. ഇനിയും എങ്കിലും ഇതൊക്കെ കണ്ട് അറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് ഉണ്ടാവണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എത്ര കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് എല്ലാം സംഭവിച്ചതിന് ശേഷം പോയിട്ട് കൈത്താങ്ങ്, ഇതിപ്പം എന്താ പറയുക, കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഈ മാധ്യമങ്ങളിൽ ഇതിങ്ങനെ 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച, അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു തണുത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയല്ല, അവരോട് കൂടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന, അല്ലെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അറിഞ്ഞ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇതിപ്പം ആ കുടുംബത്തിന് ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടത് 2 മക്കളെയാണ്. അവരുടെ കൈത്താങ്ങായിരുന്നു ആ മകൻ അല്ലേ. 2 മക്കളെ ഓരോ വർഷത്തിനിടയിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ. 2 കുഞ്ഞു മക്കൾ, രോഗിയായ അപ്പനും അമ്മയും എങ്ങനെ സഹിക്കുവര്. അതിനിടയിലോട്ടാണ് മാധ്യമങ്ങൾ പോയിട്ട് മൈക്കുമായിട്ട് നിന്ന് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിക്ക് മാധ്യമ പ്രവർത്തനം നടത്തുക. നിങ്ങൾ വാർത്തകൾ അറിയിച്ചാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ഇടം, അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ സിറ്റുവേഷൻ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണത്. ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.